ഹായ്, അടുത്തത് നമുക്ക് സെലക്ഷനിൽ പഠിക്കാനുള്ളത് ക്ലോണൽ സെലക്ഷനാണ്. വെജിറ്റേറ്റീവ്ലി റീപ്രൊഡ്യൂസ് ചെയ്യുന്ന പ്ലാന്റ്സിൻ്റെ കേസിലാണ് ക്ലോണൽ സെലക്ഷൻ ഉണ്ടാവാറ്. ഇറ്റ് ഈസ് ദി ക്ലോൺ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദി പ്രോജനി ഓഫ് എ സിംഗിൾ പ്ലാന്റ് പ്രൊഡ്യൂസ്ഡ് ബൈ അസെക്ഷൽ റീപ്രൊഡക്ഷൻ. അസെക്ഷൽ റീപ്രൊഡക്ഷനും സെക്ഷൽ റീപ്രൊഡക്ഷനും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? സെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത് രണ്ട് പാരൻസ് ഇൻവോൾവ് ചെയ്യും. ഒരു മെയിൽ പാരൻറ്റും ഉണ്ടാവും, ഫീമെയിൽ പാരൻറ്റും ഉണ്ടാവും. ഇവരുടെ ഗമീറ്റ്സ് തമ്മിൽ ഫ്യൂസ് ചെയ്തിട്ടാണ് നെക്സ്റ്റ് ജനറേഷൻ അല്ലെങ്കിൽ പ്രോജനി ഉണ്ടാവുന്നത്. സോ രണ്ട് പാരൻസിൻ്റെ ക്യാരക്ടേഴ്സ് മിക്സിംഗ് അപ്പാണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ജനറ്റിക് വേരിയേഷൻ ഉണ്ടാവും. ഒരിക്കലും പാരൻറ്റിൻ്റെ ഐഡൻറ്റിറ്റിക്കൽ കോപ്പി ആയിരിക്കില്ല പ്രോജനീസ്. നമ്മളുടെ കേസ് നോക്കൂ, നമ്മൾ ഒരിക്കലും നമ്മളുടെ പാരൻസിന് എക്സാക്ട്ലി സിമിലർ അല്ല. കാരണം എന്താണ്? അവിടെ ജനറ്റിക് വേരിയേഷൻ വരുന്നുണ്ട്. അതായത് രണ്ട് പാരൻസിൻ്റെയും ക്യാരക്ടേഴ്സ് മിക്സ് ചെയ്യാണ് നടക്കുന്നത്. പക്ഷേ അസെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത് വെജിറ്റേറ്റീവ്ലി പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന മെത്തേഡാണ്. അതായത് ഏതെങ്കിലും വെജിറ്റേറ്റീവ് പ്രൊപ്പഗ്യൂള്, ഫോർ എക്സാമ്പിൾ സ്റ്റെം കട്ടിങ് അല്ലെങ്കിൽ ബഡ്സ് അല്ലെങ്കിൽ സക്കേഴ്സ്, ഇതുപോലെയുള്ള വെജിറ്റേറ്റീവ് പ്രൊപ്പഗ്യൂള് യൂസ് ചെയ്തിട്ടാണ് അവരുടെ റീപ്രൊഡക്ഷൻ നടക്കുന്നത്. അതായത് അവർക്ക് ഒരൊറ്റ സിംഗിൾ പാരൻ്റാണ് ഉണ്ടാവുക. സിംഗിൾ പാരൻ്റ്. ഫോർ എക്സാമ്പിൾ ചെമ്പരത്തി, നമ്മൾ ഹിബിസ്കസിനെ എങ്ങനെയാണ് പ്രൊപ്പഗേറ്റ് ചെയ്യിക്കുക? അവരുടെ സ്റ്റെമ്മ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗ്യൂളാണ്. അവരുടെ സ്റ്റെം കട്ടിങ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ നെക്സ്റ്റ് പാരൻറ്റിനെ ഉണ്ടാക്കുന്നത്, നെക്സ്റ്റ് പ്രോജനീനെ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ പാരൻസും അവരുടെ പ്രോജനീസും എക്സാക്ട്ലി സിമിലർ ആയിരിക്കും അല്ലേ? അവിടെ ഗമീറ്റ്സ് ഒന്നും ഇൻവോൾവ് ആവില്ല. ജസ്റ്റ് ആ ഒരു സൊമാറ്റിക് സെല്ല് അല്ലെങ്കിൽ വെജിറ്റേറ്റീവ് പാർട്ടാണ് വരുന്നത്. Then crops which are propagated by asexual or vegetative means are known as clonal crops. Then ഇവരുടെ ഫീച്ചേഴ്സ് ആണ്. All the members of a clone have identical genetic constitution. നമ്മൾ ഓൾറെഡി പറഞ്ഞു. That is, there is no genetic variation within a clone. If there is any variation, it is only environmental. അതായത് ഇങ്ങനെ വെജിറ്റേറ്റീവ് പ്രൊപ്പഗ്യൂൾ ആകുമ്പം സിംഗിൾ പാരൻ്റ് ആണ്. അവരുടെ ആ ഒരു വെജിറ്റേറ്റീവ് പാർട്ട് തന്നെ ആയതുകൊണ്ട് ഐഡൻറ്റിക്കൽ ആയിരിക്കും. ഇൻ കേസ് എന്തെങ്കിലും ഒരു ഡിഫറൻസ് ഉണ്ടെങ്കിൽ അതിന് കാരണം എൻവയോൺമെൻ്റ് ആയിരിക്കും. ഫോർ എക്സാമ്പിൾ ടെമ്പറേച്ചർ കൂടി കുറഞ്ഞു, ഇങ്ങനെയുള്ള ഫാക്ടേഴ്സ് കാരണം മാത്രമേ ഈ ഒരു വേരിയേഷൻ നടക്കത്തുള്ളൂ. Therefore, selection is not effective within a clone. അതായത് എല്ലാവരും സിമിലർ ഐഡൻറ്റിക്കൽ ആവുമ്പം നമുക്ക് അതിൽ നിന്ന് ബെസ്റ്റ് ഏതാണ്, സുപ്പീരിയർ ക്വാളിറ്റി ഏതാണ് എന്ന് സെലക്ട് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. കാരണം എന്താ? എല്ലാവർക്കും ഐഡൻറ്റിക്കൽ ആയിട്ടുള്ള ഫീച്ചേഴ്സാണ് ഉണ്ടാവുക ക്ലോൺസിൻ്റെ കേസിൽ. ദെൻ clones may have hybrid vigor and it is conserved through asexual reproduction. hybrid vigor എന്താണെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. Variation can occur in a clone by mutation and occasional sexual reproduction. നമ്മൾ പറഞ്ഞു ഈ ക്ലോൺസ് എന്ന് പറയുന്നത് പാരൻസിന് എക്സാക്ട്ലി സിമിലർ ആയിരിക്കും. ഇനി ഇൻ കേസ് എന്തെങ്കിലും ഒരു വേരിയേഷൻ ഉണ്ടെങ്കിൽ അതിന് കാരണം ഒന്നുകിൽ മ്യൂട്ടേഷൻ ആയിരിക്കും അല്ലെങ്കിൽ ഒക്കേഷണൽ സെക്ഷൽ റീപ്രൊഡക്ഷൻ ആയിരിക്കും. ഇൻ കേസ് അവരിൽ സെക്ഷൽ റീപ്രൊഡക്ഷൻ നടന്നാലും വേരിയേഷന് ചാൻസ് ഉണ്ട്. ദെൻ ഈ ഒരു ക്ലോണൽ സെലക്ഷൻ്റെ പ്രൊസീജിയറാണ് പറയുന്നത്. ഒരു 10 ഇയർ ലോങ് പ്രോസസ്സാണ്. അതിൽ ഫസ്റ്റ് ഇയറിൽ നമുക്ക് എന്ത് വേണം? ഒരു പോപ്പുലേഷൻ വേണം. അതായത് ഒരു സോഴ്സ് പോപ്പുലേഷനിൽ അതിൽ പലതരം മിക്സഡ് ആയിട്ടുള്ള പ്ലാന്റ്സ് ആയിരിക്കണം ഉണ്ടാവേണ്ടത്. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പം ഹിബിസ്കസിൻ്റെ കേസാണ് നോക്കുന്നത് വെച്ച്, അല്ലെങ്കിൽ ഷുഗർ കെയിൻ ആണെങ്കിൽ ഷുഗർ കെയിൻ വെജിറ്റേറ്റീവ്ലി പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന പ്ലാന്റ് ആണ്. അവരുടെ ഒരു ഷുഗർ കെയിൻ്റെ ഒരു ചെറിയൊരു പോപ്പുലേഷൻ വേണം. അതിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്ലാന്റ്സ് ഉണ്ടാവണം. അതിൽ നിന്നായിരിക്കണം നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് സുപ്പീരിയർ പ്ലാന്റ്സിന്. Superior plants are selected from a mixed population of vegetatively propagated crops. Such plants are selected on the basis of yield, maturity, disease resistance, etc. Okay.
ദെൻ സെക്കൻഡ് ഇയറിൽ എന്താ ചെയ്യുക, നമ്മളിങ്ങനെ ഓരോ ഒരു പോപ്പുലേഷനിൽ നിന്ന് സുപ്പീരിയർ പ്ലാന്റ്സിനെ സെലക്ട് ചെയ്യും. ദെൻ ദ പ്രോജനി ഓഫ് ഈച്ച് സെലക്റ്റഡ് പ്ലാന്റ് ഈസ് അസെക്ഷലി propagated and grown separately for seed multiplication and evaluation. നമ്മളിങ്ങനെ സെലക്ട് ചെയ്ത പ്ലാന്റ്സിനൊക്കെ എന്ത് ചെയ്യും, നമ്മൾ ഫോർ എക്സാമ്പിൾ സ്റ്റെം കട്ടിങ് ആണെങ്കിൽ ആ സ്റ്റെം കട്ടിങ് നമ്മൾ കുഴിച്ചിട്ടിട്ട് അടുത്ത പ്രോജനീസ് ഉണ്ടാക്കും. ഓക്കെ, അങ്ങനെ അവരുടെ മൾട്ടിപ്ലിക്കേഷൻ നടത്തും ഈ ഒരു വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ വഴി. എന്നിട്ട് ഇവാലുവേറ്റീവ് ഏതാണ് സുപ്പീരിയർ ക്വാളിറ്റി ഉള്ളത് എന്ന്. ക്ലോൺസ് സുപ്പീരിയർ ടു check variety are selected and evaluated in replicated preliminary trials in the next year. നമ്മളൊരു സുപ്പീരിയർ ക്വാളിറ്റി ഉള്ള ഒരു പ്ലാന്റിനെ സ്റ്റാൻഡേർഡ് ആക്കി വെക്കും, ഒരു നല്ല ക്വാളിറ്റീസ് ഉള്ള ഒരു പ്ലാന്റിനെ സ്റ്റാൻഡേർഡ് ആക്കി വെക്കും. ഇനി ഇങ്ങനെ വെജിറ്റേറ്റീവ്ലി പ്രൊപ്പഗേറ്റ് ചെയ്ത പ്ലാന്റ്സിൽ നമ്മൾ കമ്പയർ ചെയ്യും, ഈ സ്റ്റാൻഡേർഡ് വെറൈറ്റിയുടെ ക്യാരക്ടേഴ്സ് ഉണ്ടോ. അങ്ങനെ ക്യാരക്ടേഴ്സ് ഉണ്ടെങ്കിൽ അവരെ സെലക്ട് ചെയ്യും. ആൻഡ് എഗെയിൻ ഈ സെലക്ട് ചെയ്ത പ്ലാന്റ്സിനെ വീണ്ടും വെജിറ്റേറ്റീവ്ലി പ്രൊപ്പഗേറ്റ് ചെയ്യും. ദെൻ ഇങ്ങനെ സെലക്ഷൻ അടുത്ത ജനറേഷനിൽ കണ്ടിന്യൂ ചെയ്യും, അതായത് പ്രിലിമിനറി ട്രയൽ കണ്ടിന്യൂ ചെയ്യും. Then third, clones are evaluated for 3 to 4 years using standard variety as a check. നമ്മൾ ഈ ഒരു 3-4 കൊല്ലം ഈ ഒരു സെലക്ഷൻ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യും. ഒരു സ്റ്റാൻഡേർഡ് വെറൈറ്റീൻ്റെ യൂസ് ചെയ്തിട്ട് അതിനെ കമ്പയർ ചെയ്തിട്ടായിരിക്കും നമ്മൾ ഈ സുപ്പീരിയർ ക്വാളിറ്റീസ് ഉള്ളത് സെലക്ട് ചെയ്യുന്നത്. Clones which are superior to check variety in yield, disease resistance and other qualities are identified for release. Thus, release of a new variety by this method takes 9 to 10 years. നമ്മൾ ഇങ്ങനെ ഡിസീസ് റെസിസ്റ്റൻ്റ് ഉള്ള അല്ലെങ്കിൽ ഈൽഡ് ഉള്ള ഇതുപോലെയുള്ള ക്വാളിറ്റീസ് ഉള്ള പ്ലാന്റ്സിനെ ഇങ്ങനെ ഈ ഒരു സുപ്പീരിയർ ഈ ഒരു ചെക്കിങ് വഴി കണ്ടുപിടിക്കും. ആൻഡ് അതിനെ പുതിയൊരു വെറൈറ്റി ആയിട്ട് റിലീസ് ചെയ്യും. ഇതൊരു 9 to 10 years എടുക്കുന്ന ഒരു പ്രോസസ്സാണ്. ദെൻ മെറിറ്റ്സ് പറയുകയാണെങ്കിൽ ദ വെറൈറ്റി ഇവോൾവ്ഡ് ബൈ ക്ലോണൽ സെലക്ഷൻ റീറ്റെയിൻ ഓൾ ദി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് പാരൻ്റൽ ക്ലോൺസ് ഫോർ സെവറൽ ഇയേഴ്സ്. നമ്മൾ പറഞ്ഞു ഇവർ പാരൻസിന് എക്സാക്ട്ലി ഐഡൻറ്റിക്കൽ ആയിരിക്കുമെന്ന്. അതുകൊണ്ട് തന്നെ പാരൻറ്റിൻ്റെ എല്ലാ ക്വാളിറ്റീസും ഈ ക്ലോൺസിൽ ഉണ്ടാവും. Then second one, clonally propagated varieties are highly stable because there is no risk of deterioration due to segregation and recombination. നമുക്കറിയാം ഈ ഒരു സെക്ഷൽ റീപ്രൊഡക്ഷൻ്റെ കേസിൽ ഗമീറ്റ്സ് മിക്സ് ചെയ്യുമ്പോൾ, അതായത് അവരുടെ ക്രോമസോംസ് തമ്മിൽ റീകോമ്പിനേഷൻ അതുപോലെ ഉള്ള ക്രോമസോം എക്സ്ചേഞ്ചിനൊക്കെ ചാൻസ് ഉണ്ട്. പക്ഷേ ഇവരുടെ കേസിൽ ഈ ഒരു വെജിറ്റേറ്റീവ്ലി പ്രൊപ്പഗേറ്റഡ് പ്ലാന്റ്സിൻ്റെ കേസിൽ ഇങ്ങനെയുള്ള റീകോമ്പിനേഷൻ ഒന്നും നടക്കില്ല. അതുകൊണ്ട് തന്നെ ആ പ്ലാന്റിലെ ക്യാരക്ടേഴ്സ് എല്ലാം സ്റ്റേബിളാണ്. Then this is an effective method for isolating the best genotype from a mixed population of asexually propagated plants. ഇങ്ങനെ സെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കാത്ത പ്ലാന്റ്സിൻ്റെ കേസിൽ ഒരു ബെസ്റ്റ് മെത്തേഡാണ് നല്ല സുപ്പീരിയർ ക്വാളിറ്റി ഉള്ള പ്ലാന്റ്സിനെ സെലക്ട് ചെയ്യാൻ. ദെൻ ഡീമെറിറ്റ്സ് ആണ് പറയുന്നത്. ക്ലോണൽ സെലക്ഷൻ cannot create any new variability and therefore genetic makeup cannot be improved by this method. നമ്മൾ പറഞ്ഞു, അതായത് പാരൻസിന് സിമിലർ ആയിട്ടായിരിക്കും ക്ലോൺസ് ഉണ്ടാവുക എന്ന്. അപ്പോൾ നമുക്കൊരു പുതിയ ജീനോടൈപ്പിനെ ക്രിയേറ്റ് ചെയ്യാനൊന്നും ഇതിനെ കൊണ്ട് പറ്റില്ല. എന്താ ചെയ്യുന്നത്, ഒരു മിക്സഡ് പോപ്പുലേഷനിൽ നിന്ന് നമ്മൾ സുപ്പീരിയർ ആയിട്ടുള്ളതിനെ എടുക്കുന്നു, സെലക്ട് ചെയ്യുന്നു, ആൻഡ് അവരെ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നു, വീണ്ടും അതിൽ നിന്ന് സെലക്ട് ചെയ്യുന്നു. ഇങ്ങനെ ഉള്ള ജീനോടൈപ്പിനെ തന്നെ നമുക്ക് മനസ്സിലാക്കാനേ പറ്റൂ, പുതിയതായിട്ടൊന്നിനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. സോ ഇത്രയ്ക്കുമാണ് ഈ ഒരു ക്ലോണൽ സെലക്ഷനിൽ ഉള്ളത്. അടുത്തതുള്ളത് ഇവരുടെ അച്ചീവ്മെൻറ്റ്സ് ആണ്.
അച്ചീവ്മെൻറ്റ്സ് എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയിൽ ക്ലോണൽ സെലക്ഷൻ ഹാസ് ബീൻ സക്സസ്ഫുള്ളി യൂസ്ഡ് ഫോർ ഡെവലപ്പിംഗ് ന്യൂ വെറൈറ്റീസ് ഓഫ് ദി ഫോളോയിങ് ക്രോപ്സ്. കുറച്ച് എക്സാമ്പിൾ ഉണ്ട്. പൊട്ടാറ്റോയുടെ കുഫ്രി റെഡ് ആൻഡ് കുഫ്രി സഫേദ് ക്ലോണൽ സെലക്ഷൻ വഴിയാണ് ഉണ്ടായത്. ദെൻ മാംഗോയിൽ K011, 22 ആൻഡ് നീലം. ദെൻ ബനാനയിൽ ബോംബെ ഗ്രീൻ, പ്രൈഡ് മൗണ്ടൻ ആൻഡ് ഹൈഗേറ്റ്. ദെൻ ഷുഗർ കെയിനിൽ CO 541, 510, 1148, 1158 ഇതൊക്കെ ഇങ്ങനെ ഉണ്ടാക്കിയതാണ്. സോ ഇത്രയ്ക്കുമാണ് ക്ലോണൽ സെലക്ഷൻ.